ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വഴിയാണ് അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണവും പ്രവർത്തനങ്ങളും നടക്കുന്നത്. എന്നാൽ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ തന്നെ സാമ്പത്തിക സുതാര്യതയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമി ഇടപാടുകളിലെ ക്രമക്കേടുകളാണ്. ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങിയ ഭൂമി വളരെ ചെറിയ ഇടവേളയ്ക്കുള്ളിൽ ഉയർന്ന വിലയ്ക്ക് ട്രസ്റ്റ് വാങ്ങിയെന്ന് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. ഈ ഇടപാടുകളിൽ വലിയൊരു തുക ഇടനിലക്കാരുടെ പോക്കറ്റിലേക്ക് പോയി എന്നും ഇത് വിശ്വാസികളുടെ പണം ദുരുപയോഗം ചെയ്തതാണെന്നും പ്രതിപക്ഷം അന്നേ വാദിച്ചിരുന്നു. ഇതിനോട് ചേർന്ന് ഉയർന്നു വരുന്ന മറ്റൊരു ഗുരുതരമായ ആരോപണമാണ് കാണിക്കക്കൊള്ള, അതായത് സംഭാവന കൊള്ള. ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ നിന്നും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന വാർത്തകൾ വിശ്വാസികളെ ഞെട്ടിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ചില ജീവനക്കാരെയും മറ്റും ഉൾപ്പെടുത്തി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റുകൾ നടക്കുകയും ചെയ്തു. ഭക്തരുടെ ആത്മീയ വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന കാണിക്കപ്പണം സംരക്ഷിക്കുന്നതിൽ ട്രസ്റ്റ് പരാജയപ്പെട്ടു എന്നതാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന വാദം. ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്തരം മോഷണങ്ങൾ നടക്കുന്നത് ഭരണപരമായ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ട്രസ്റ്റിന്റെ പ്രധാനപ്പെട്ട നേതാവ് ചമ്പത് റായിക്കെതിരെയാണ് പ്രതിപക്ഷം ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ക്ഷേത്രത്തിന്റെ എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളും എടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഇത്തരം ക്രമക്കേടുകൾക്ക് അദ്ദേഹം മറുപടി പറയാൻ ബാധ്യസ്ഥനാണെന്ന് വാദിക്കുന്നു. താൻ അഴിമതിരഹിതനാണെന്നും എല്ലാ കണക്കുകളും കൃത്യമാണ് എന്നുമാണ് ചമ്പത് റായി ആവർത്തിച്ചു പറയുന്നത്. ട്രസ്റ്റ് തന്നെ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല എന്നും നടക്കുന്ന അറസ്റ്റുകൾ ക്ഷേത്ര ഭരണകൂടത്തിന്റെ ജാഗ്രതയാണ് കാണിക്കുന്നത് എന്നും ട്രസ്റ്റ് അനുകൂലികളും വാദിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാണ് നിരന്തരമായി ആവശ്യപ്പെടുന്നത്. കാണിക്ക മോഷണവും ഭൂമി ഇടപാടുകളും വെവ്വേറെ കാണേണ്ടതല്ല എന്നും മറിച്ച് അതൊരു വലിയ സാമ്പത്തിക അഴിമതിയുടെ ഭാഗമാണ് എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. CBIയോ മറ്റേതെങ്കിലും കേന്ദ്ര ഏജൻസിയോ അന്വേഷിച്ചാൽ മാത്രമേ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരികയുള്ളൂ എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ഉന്നതതല അന്വേഷണത്തിന് ഔദ്യോഗികമായ ഉത്തരവുകളൊന്നും തന്നെ വന്നിട്ടുമില്ല. ഒരു വിശ്വാസ കേന്ദ്രത്തിന്റെ പവിത്രതയും ഭരണപരമായ കാര്യക്ഷമതയും തമ്മിലുള്ള സംഘർഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഭക്തരുടെ സംഭാവനകൾ ഒരു പവിത്രമായ നിധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് അർഹതപ്പെട്ട രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുവെന്നും സുരക്ഷിതമാണെന്നും ഉറപ്പുവരുത്തേണ്ടത് ട്രസ്റ്റിന്റെ ചരിത്രപരമായ കടമയാണ്. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞു തള്ളിക്കളയുന്നതിന് പകരം പൂർണ്ണമായ ഓഡിറ്റിംഗിലൂടെയും കണക്കുകൾ സുതാര്യമാക്കുന്നതിലൂടെയും മാത്രമേ വിശ്വാസികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ആരാധനാലയത്തിൽ നടക്കുന്ന ഓരോ ചെറിയ അഴിമതിയും കോടിക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസത്തെയാണ് മുറിവേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികളിലൂടെ സത്യം പുറത്തുവരിക എന്നത് ഈ വിഷയത്തിൽ അനിവാര്യമായ കാര്യമാണ്.